ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ക്രിസ്മസിന് എല്ലാ വീടുകളിലും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ വട്ടയപ്പം എന്ന് പറയുമ്പം നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ 3 ഇൻഗ്രീഡിയൻറ്റ് മതി ഇതുണ്ടാക്കാൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇത് വീടുകളിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ സോഫ്റ്റ് വട്ടയപ്പം ഉണ്ടാക്കാൻ ഞാൻ 2 കപ്പ് പച്ചരി, സാധാരണ ലോങ് ഗ്രീൻ റൈസ്, 4 മണിക്കൂർ കൂടുതൽ എടുത്തു കുതിർത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് തേങ്ങാ തിരുമ്മിയത്, 1 കപ്പ്, 2 കപ്പിന് നേർപകുതി തേങ്ങാ തിരുമ്മിയതും, പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കപ്പി കാച്ചുന്നൊന്നുമില്ല. അതിന് പകരമായിട്ട് ഈ അവലാണ് ചേർക്കുന്നത്. അവലെന്ന് പറഞ്ഞാൽ വെള്ള അവൽ തന്നെ എടുക്കണം, എന്നാലേ വട്ടയപ്പം നല്ല വൈറ്റ് കളറിൽ വരത്തുള്ളൂ. ചുമന്ന അവല ഇടരുത്, അപ്പം കളറങ്ങ് ചേഞ്ച് ആവും. ഈ അവല് ഈ കുതിർത്ത അരിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാം. എന്നിട്ട് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ വളരെ ഈസിയാണ്. ഈ അവലങ്ങ് പെട്ടെന്ന് ഇതങ്ങ് സോക്കായി കിട്ടിക്കോളും. കുതിരാനൊന്നും വെച്ചില്ല, വെറുതെ അങ്ങിട്ടതേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് തേങ്ങ ഞാൻ ഫുള്ളങ്ങ് ഇട്ടു. ഇനി ഇത് മിക്സിയിൽ എല്ലാം കൂടെ അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. പിന്നെ ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂണും ചേർക്കണം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിനിയും നമുക്ക് അരച്ചെടുക്കാം. അപ്പത്തിനുള്ള മാവ് ഞാൻ എല്ലാം അരച്ചു കഴിഞ്ഞു. നല്ല സ്മൂത്തായിട്ട് വേണം അരയ്ക്കാൻ, നല്ല തിക്ക് ബാറ്ററായിട്ട്. കണ്ടോ, വട്ടയപ്പത്തിന് ഇച്ചിരി തിക്കായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇനിയും ഈസ്റ്റ് ഇട്ട് കൊടുക്കും. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ഡയറക്റ്റ് അങ്ങ് ഇടുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ. പിന്നെ വട്ടയപ്പത്തിന് ഷുഗർ രാവിലെ ഫെർമെൻ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് പുളിക്കാനുള്ളതാണ് ഞാൻ ഇട്ട് വെക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കണം. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് അതൊന്ന് പൊങ്ങിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിനി ഫെർമെൻറ്റ് ചെയ്യാനൊരു 8 to 10 hours ഞാനിവിടെ ഓവനിൽ, ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് ഓവനിൽ ഞാൻ ലൈറ്റ് ഇട്ട് ഒരു 8 to 10 hours. ഇപ്പോൾ രാത്രിയായി. അപ്പോൾ നാളെ രാവിലെ ഇതുണ്ടാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടച്ച് ഞാൻ ഓവനിലോട്ട് ലൈറ്റ് ഇടാൻ വെക്കും. അപ്പം നാളെ നമുക്ക് ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാനിതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു തവി വെച്ച് ഒന്ന് കലക്കി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ രാവിലെയാണ് ഞാൻ ഉപ്പ് ചേർത്തത്. ഉപ്പും പിന്നെ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കേണ്ടതുകൊണ്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മാവ് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാനും പിന്നെ പാലപ്പം ഉണ്ടാക്കാനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം 3 in 1 ബാറ്ററായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ആദ്യം ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തു. പിന്നെ വട്ടയപ്പത്തിന് നമുക്ക് ഷുഗർ ആവശ്യമാണ്. അപ്പം ഞാൻ ഒരു 1/4 കപ്പ് ഷുഗറാണ് ഇതിന് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 1/4 കപ്പ് തൊട്ട് 1 കപ്പ് മധുരത്തിനനുസരിച്ച് കൂട്ട് കുറയ്ക്കും. 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മധുരം നോക്കുക. ഉപ്പും മധുരവും എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വട്ടയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാണ്. ഇനി നമ്മളൊരു അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇതിനകത്ത് ഏത് മോൾഡിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആ മോൾഡിൽ നമ്മൾ കുറച്ച് നെയ്യ് തേക്കണം. എന്നാലേ ഇതൊന്ന് വിട്ടു വരത്തുള്ളൂ. അപ്പം ഞാൻ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തൂത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം സ്റ്റീം ചെയ്യാൻ ഒരു സ്റ്റീമർ വെച്ചിട്ട് അതിലോട്ട് ഈ പ്ലേറ്റ് അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഈ ബാറ്ററിൻ്റെ ആ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഒരു പകുതി വരെ ഈ ബാറ്റർ ഫില്ല് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് നട്ട്സോ എന്ത് വേണമെങ്കിലും ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ഒരു പ്ലെയിനായിട്ടൊരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. 4-5 മുന്തിരിങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. പിന്നീട് ഞാൻ 2 വട്ടയപ്പം ഉണ്ടാക്കിയായിരുന്നു. ഒന്നിൽ നട്ട്സ് ഇട്ടുണ്ടാക്കി, കുറച്ച് കിസ്മിസും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്താണ് ഒരെണ്ണത്തിൽ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്ലെയിനായിട്ടോ നട്ട്സ് ഇട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ സ്റ്റീമർ ഞാൻ അടച്ചു വെച്ചിട്ടൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയി കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് തുറന്നു നോക്കാം. ഞാൻ 5 റൈസിൻസ് ഇങ്ങനെ ഡെക്കറേഷൻ പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. രണ്ടാമത് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയായിരുന്നു. അത് കുറച്ച് നട്ട്സും റൈസിൻസും കൂടെ ഇട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ രീതിയിൽ വട്ടയപ്പം ഒന്ന് ഉണ്ടാക്കണം. ഈ അവൽ ചേർക്കുന്നത് കൊണ്ട് ഒത്തിരി പശപ്പൊന്നും ഇല്ലാത്ത നല്ല ഇതായിട്ടുള്ളൊരു വട്ടയപ്പമാണ് കിട്ടുന്നത്. നമ്മൾ ചോറ് ചേർക്കുമ്പോൾ കൂടുതൽ പശപ്പാണ് അതിന് വരുന്നത്. അതുകൊണ്ടാണ് വട്ടയപ്പം ആരുടെയും ശരിയാകാതെ വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം അവലിട്ടിട്ട് നിങ്ങൾ ഈ വട്ടയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ള വട്ടയപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.